ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അനസ് മോനു വ്ലോഗ്. വഴുതനങ്ങ കൊണ്ട് എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ച് മടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നാവിൽ വെള്ളം മൂടുന്ന വഴുതനങ്ങയുടെ ഒരു റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോയാലോ. വഴുതനങ്ങ വെച്ചിട്ടുള്ള റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വഴുതനങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം. വഴുതനങ്ങ കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. ആദ്യം തന്നെ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറി വരുന്ന സമയത്ത് കഴുകി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് തന്നെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറു തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതാ വഴുതനങ്ങ നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം.
വഴുതനങ്ങ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് പറ്റിയ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കാത്തവർ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബായ്.